ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ഒരു സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഓർഡറിന്റെ അടിസ്ഥാനത്തിൽ സോളിഡിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡ് എന്നും അമോർഫസ് സോളിഡ് എന്നും. ബേസ്ഡ് ഓൺ ദി order of arrangement of constituent particles in a solid. Solid is classified into two types, crystalline solid and amorphous solid. Crystalline solid constituent particles in ordered ആയിട്ടാണ് arrange ചെയ്തിരിക്കുന്നത്. In a crystalline solid, constituent particles are orderly arranged. അതേസമയം amorphous solid constituent particles irregular ആയിട്ടാണ് arrange ചെയ്തിരിക്കുന്നത്. In an amorphous solid, constituent particles are irregularly arranged. Crystalline solid example ആണ് quartz. Amorphous solid example ആണ് glass, rubber, plastic, etc. നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ ഉണ്ട്. Crystalline solid. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ഫിഗർ ആണിത്. ഇത് അമോർഫസ് സോളിഡിന്റെ ഫിഗറും. അപ്പൊ ക്രിസ്റ്റലൈൻ സോളിഡിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ഞാൻ നിങ്ങൾക്ക് ഇത് വാട്സപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. ഈ രണ്ട് ഫിഗറും ഇതില് പാർട്ടിക്കിൾസിനെ ഒരു റെഗുലർ പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് അതിനൊരു പീരിയോഡിസിറ്റി ഓഫ് അറേഞ്ച്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഒരേ രീതിയിലുള്ള അറേഞ്ച്മെന്റ് ആവർത്തിച്ചു വരുന്നുണ്ട്. അതിന് നമ്മൾ പറയുന്നത് ലോങ് റേഞ്ച് ഓർഡർ എന്നാണ്. അതായത് ക്രിസ്റ്റലൈൻ സോളിഡ്സ് ഹാവ് ലോങ് റേഞ്ച് ഓർഡർ ഓഫ് അറേഞ്ച്മെന്റ്. ദാറ്റ് മീൻസ് ദാറ്റ് there is a regular pattern of arrangement of constituent particles which repeats periodically throughout the crystal. ക്രിസ്റ്റൽ മുഴുവനും ആ റെഗുലർ ആയിട്ടുള്ള പാറ്റേൺ ആവർത്തിച്ചു വരുന്നുണ്ട്. അതേസമയം അമോർഫസ് സോളിഡില് ആ റെഗുലർ പാറ്റേൺ കുറച്ച് ഏരിയയിൽ മാത്രമേ വരുന്നുള്ളൂ. ബാക്കി വേറൊരു ഏരിയയിൽ പോകുമ്പോൾ വേറൊരു അറേഞ്ച്മെന്റ് ആണ്. അതിന് നമ്മൾ പറയും amorphous solids have short range order of constituent particles. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ amorphous solidന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാല് ലിക്വിഡ്സിന്റെ പ്രോപ്പർട്ടിയാണ്. They have a tendency to flow. Amorphous solids have the property of liquid. They have a tendency to flow. But crystalline solids are fixed in their position. പിന്നെ നമുക്ക് അമോർഫസ് സോളിഡ് ക്രിസ്റ്റലൈൻ സോളിഡിന് ഷാർപ്പ് ആയിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഐസ് മെൽറ്റ്സ് അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ്. പ്ലാസ്റ്റിക്കിനൊക്കെ നമുക്ക് അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഇന്നതാണ് എന്ന് പറയാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ 46 ഡിഗ്രി സെൽഷ്യസിനും 56 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കായിരിക്കും ചില പ്ലാസ്റ്റിക് മെൽറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ their melting point varies in a range of temperature. Their melting point lies in a range of temperature. അതായത് amorphous solids do not have sharp melting point while crystalline solids have sharp melting point. പിന്നെ amorphous സോളിഡിന് ഫ്ലോ ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് അതിനെ സ്യൂഡോ സോളിഡ് എന്നും പറയും. സ്യൂഡോ മീൻസ് ഫാൾസ് ആയിട്ടുള്ള സോളിഡ് അല്ലെങ്കിൽ സൂപ്പർ കൂൾഡ് ലിക്വിഡ് എന്നും പറയും. നന്നായി കൂൾ ചെയ്ത ലിക്വിഡ്സ് എന്നും പറയും. Crystalline amorphous solids have a tendency to flow. Therefore, amorphous solids are also known as pseudo-solid or super-cooled liquid. നമ്മള് പഴയ കെട്ടിടങ്ങളുടെയൊക്കെ വിൻഡോസിന്റെ അതുപോലെ ഡോറിന്റെയൊക്കെ ഗ്ലാസ് പാൻസ് നോക്കിയാൽ താഴ്ഭാഗം കട്ടി കൂടിയിരിക്കും മുകൾ ഭാഗത്തേക്കാൾ. അതിന് കാരണം ഗ്ലാസ് ഒരു അമോർഫസ് സോളിഡ് ആണെന്ന് പറഞ്ഞു. ഗ്ലാസ് മുകളിൽ നിന്ന് താഴേക്ക് ഫ്ലോ ചെയ്യുന്നതുകൊണ്ടാണ്. Glass pans attached to windows and doors of old buildings are found to be thicker at the bottom portion than at the top portion. This is because glass flows down. These are the difference between crystalline solid and amorphous solid. What are the difference between crystalline solid and amorphous solid? Crystalline solids are in crystalline solid constituent particles are orderly arranged. In amorphous solids, constituent particles are irregularly arranged. Crystalline solids have long range order of arrangement of constituent particles,
while amorphous solids have short range order of arrangement of constituent particles. പിന്നെ crystalline solids are true solid, while amorphous solid are pseudo solids or supercooled liquids. Crystalline solids have sharp melting point and amorphous solids do not have sharp melting point. പിന്നെ ഒരു പ്രധാനപ്പെട്ട പ്രോപ്പർട്ടിയാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. ക്രിസ്റ്റലൈൻ സോളിഡിലെ നമ്മളിത് ഈ ഡിറക്ഷനിൽ നോക്കിയാൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റ് നോക്കിയേ, അതൊരു രീതി. വേറൊരു ഡിറക്ഷൻ ലൈൻ ഇവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് ബുക്കില്. വേറൊരു ഡിറക്ഷൻ നോക്കിയേ, അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസ് വേറൊരു രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ പല ദിശയിൽ നോക്കിയാലും ക്രിസ്റ്റലൈൻ സോളിഡിൽ പാർട്ടിക്കിൾസിന്റെ അറേഞ്ച്മെന്റിന് വ്യത്യാസമുണ്ട്. അപ്പൊ നമ്മൾ ഈ ലൈൻ കാണിച്ചിരിക്കുന്ന ഈ ഡിറക്ഷനിലാണ് നമ്മൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയായ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മെഷർ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു വാല്യൂ കിട്ടും. വേറെ ഈ ഡിറക്ഷൻ ഇവിടോട്ടൊരു ലൈൻ കാണാം, ആ ഡിറക്ഷനിലാണ് നമ്മൾ അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുന്നതെങ്കിൽ വേറൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോഴ് അതിന് നമ്മൾ പറയുന്നത് പല ഡിറക്ഷനിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് മെഷർ ചെയ്യുമ്പോൾ പല വാല്യൂസ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ പറയും ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആർ അനൈസോട്രോപിക് ഇൻ നേച്ചർ. അതേസമയം നമ്മൾ പറഞ്ഞു അപ്പം എന്താണ് അനൈസോട്രോപിക് നേച്ചർ? അതായത് in crystalline solids the values of physical properties like refractive index, electrical resistance, etc. when measured along different directions give different values. This is due to the difference in the arrangement of particles in different direction. That phenomenon is known as anisotropism. That is, crystalline solids are anisotropic in nature. അതേസമയം അമോർഫസ് സോളിഡ് ഞാൻ പറഞ്ഞു, അമോർഫസ് സോളിഡിന്റെ കേസിൽ ഇറഗുലർ അറേഞ്ച്മെന്റ് ആണ്, ഷോർട്ട് റേഞ്ച് ഓർഡറേ ഉള്ളൂ. അപ്പൊ നമ്മള് ഏത് ദിശയിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസിന്റെ മെഷർമെന്റ് എടുത്താലും വാല്യൂസ് എല്ലാം ഏതാണ്ട് ഒരേ വാല്യൂ വരും. എന്ന് പറഞ്ഞാൽ അമോർഫസ് സോളിഡ് ഐസോട്രോപിക് ആണ്. Amorphous solids are isotropic in nature. That is, the values of physical properties when measured along different direction give same value. Adu oru difference aanu. This important aanu. Anisotropism, isotropism. Crystalline solids are anisotropic in nature, while amorphous solids are isotropic in nature. These are the difference between crystalline solid and amorphous solid. ഒന്ന് നമുക്ക് summarize ചെയ്ത് പറയാം. What are the difference between crystalline solid and amorphous solid? Crystalline solids are true solid, while amorphous solid are pseudo solid. In crystalline solid, constituent particles are orderly arranged, while in amorphous solid, crystalline constituent particles are irregularly arranged. Crystalline solids have long range order of constituent particles, while amorphous solids have short range order of constituent particles. And crystalline solids have sharp melting point, while amorphous solids do not have sharp melting point. Crystalline solids are anisotropic in nature, while amorphous solids are isotropic in nature. This point is important. What is meant by anisotropism? In case of crystalline solids, when physical properties are measured along different direction, this direction value, this direction value, they give different values. This is due to the difference in the arrangement of constituent particles in different direction. While amorphous solids are isotropic in nature, this is because they have short range order of constituent particles. Therefore, when physical properties are measured along different direction, they almost have same value. Therefore, they are said to be isotropic in nature. ഇനി നമുക്ക് അമോർഫസ് സോളിഡിനെ കുറിച്ച് ഇത്ര മാത്രമേ പഠിക്കാനുള്ളൂ. ഇനി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടത് ക്രിസ്റ്റലൈൻ സോളിഡിനെ കുറിച്ചാണ്.
ക്രിസ്റ്റലൈൻ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനിടയിലുള്ള ആകർഷണ ബലത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റലൈൻ സോളിഡിനെ 4 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ബേസ്ഡ് ഓൺ ദി nature of intermolecular forces of attraction between constituent particles, crystalline solids are classified into 4 types. First one is molecular solid. രണ്ടാമത്തെ ionic solid. മൂന്ന് metallic solid. 4 covalent or network solid. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ക്രിസ്റ്റലൈൻ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസിനിടയിലുള്ള ആകർഷണ ബലത്തിന്റെ സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്റ്റലൈൻ സോളിഡിനെ 4 ആയി തിരിച്ചിരിക്കുന്നു. Based on the nature of intermolecular forces of attraction between constituent particles, crystalline solids are classified into 4 types: molecular solid, ionic solid, metallic solid and covalent or network solid. ഇനി നമുക്ക് മോളിക്കുലാർ സോളിഡിനെ തന്നെ 3 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. മോളിക്കുലാർസ് ഫോഴ്സസ് ഓഫ് അട്രാക്ഷന്റെ നേച്ചറിന്റെ അടിസ്ഥാനത്തിൽ, ഡിപെൻഡിങ് അപ്പോൺ ദി നേച്ചർ ഓഫ് attractive force between molecules, molecular solids are classified into 3 types. ഒന്നാമത്തേത് non-polar molecular solid. Polarity. What is meant by polarity? അതായത് ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റത്തിനിടയ്ക്ക് ഒരു ബോണ്ട് എന്ന് പറയുന്നത് 2 ഇലക്ട്രോൺ ചേരുന്നതാണ്. അതിലൊരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജന്റെ, ഒരു ഇലക്ട്രോൺ ഈ ഹൈഡ്രജന്റെ ആണ്. രണ്ടിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സെയിം ആണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി എന്നൊക്കെ. അതായത് ഒരു ബോണ്ടിൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിനെ ഒരാറ്റത്തിന് തന്നിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനാ പറയുന്നത് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. രണ്ടും സിമിലർ ആറ്റംസ് ആയതുകൊണ്ട് രണ്ടിന്റെയും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി സെയിം ആണ്. അതുകൊണ്ട് 2 ഇലക്ട്രോണിനെ ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അതേസമയം HCl, ക്ലോറിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഹൈഡ്രജന്റേതിനേക്കാൾ കൂടുതലാണ്. അപ്പൊ രണ്ടിന്റെയും ഇടയിൽ ഷെയർ ചെയ്യുന്ന ഈ ഇലക്ട്രോൺ 2 ഇലക്ട്രോണും ക്ലോറിന്റെ അടുത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജും ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും വരും. അപ്പൊ ഇവിടെ പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും ഉള്ളത് കൊണ്ട് ഇതിനെ നമ്മൾ പൊളാർ മോളിക്യൂൾ എന്നാണ് പറയുന്നത്. അതേസമയം ഹൈഡ്രജൻ മോളിക്യൂളിൽ പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും ഇല്ല. അതുകൊണ്ട് ഇതിനെ നോൺ പൊളാർ മോളിക്യൂൾസ് എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോളിക്കുലാർ സോളിഡിനെ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നു. അതിലൊന്നാണ് നോൺ പൊളാർ മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാൽ, നോൺ പൊളാർ മോളിക്കുലാർ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് പാർട്ടിക്കിൾസ് ആറ്റംസ് ആകാം, ഹീലിയം, ആർഗൺ അതുപോലത്തെ ആറ്റംസ് ആകാം. അല്ലെങ്കിൽ നോൺ പോളാർ കോവാലന്റ് ബോണ്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, കോവാലന്റ് ബോണ്ട് മീൻസ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തുകൊണ്ട് ഫോം ചെയ്യുന്ന ബോണ്ട്. അതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ്പൊ നോൺ പോളാർ കോവാലന്റ് ബോണ്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് Cl2 അതാണ് ClCl, H2 അതാണ് ഹൈഡ്രജൻ. ഇപ്പൊ ഇങ്ങനത്തെ മോളിക്യൂൾസ് ആകാം. In non-polar molecular solids, the constituent particles may be atoms like helium, argon, or molecules formed by non-polar covalent bond, that is hydrogen, chlorine, etc. അപ്പോൾ ഇവിടെ ആറ്റംസിനിടയിൽ അല്ലെങ്കിൽ നോൺ പോളാർ മോളിക്യൂൾസിനിടയിലുള്ള ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ വീക്കായിട്ടുള്ള ഡിസ്പേർഷൻ ഫോഴ്സസ് ആകാം, അല്ലെങ്കിൽ അതിന്റെ വേറൊരു പേരാണ് ലെൻഡൻ ഫോഴ്സസ്. Here the constituent part, the attractive force between atoms or molecules are very weak dispersion forces or London forces. ഇവിടെ മോളിക്യൂൾസുകൾക്കിടയിലുള്ള ആകർഷണ ബലം കുറവായതുകൊണ്ട് ഇങ്ങനെയുള്ള നോൺപോളാർ മോളിക്കുലാർ സോളിഡ്സ് സോഫ്റ്റ് ആണ്. സോഫ്റ്റ് ആയതുകൊണ്ട് എന്റെ മെൽറ്റിംഗ് പോയിന്റും കുറവാണ്.
അത് ഇൻസുലേറ്റേഴ്സ് ആണ്. That is, they do not conduct electricity. Due to very weak forces of attraction between constituent particles, non-polar molecular solids are soft, they have low melting point, and they are insulators. ഇത്രയുള്ളൂ നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനെ കുറിച്ച്. ഒന്നുകൂടെ പറയാം. മോളിക്കുലാർ സോളിഡ്സ് ആർ ക്ലാസിഫൈഡ് into 3 types depending upon the nature of bond formed between the constituent particles. First one is non-polar molecular solid. Here constituent particles may be atoms like helium, argon, or molecules formed by covalent bond like hydrogen, chlorine, etc. Here the attractive force between constituent atoms or molecules is very weak dispersion forces or London forces. Due to these very weak forces of attraction, such molecular solids are very soft, they have low melting point, and they are insulators. ഇനി മോളിക്കുലാർ സോളിഡിന്റെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് പോളാർ മോളിക്കുലാർ സോളിഡ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് പോളാർ ബോണ്ട്. HCl പോളാർ ബോണ്ടാണ്. അങ്ങനെ പോളാർ ബോണ്ട് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന മോളിക്യൂൾസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന സോളിഡിനെ പറയുന്നത് പോളാർ മോളിക്കുലാർ സോളിഡ്. ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജ്, chlorine partial negative charge. In polar molecular solid, the constituent molecules are formed by polar covalent bond. നമ്മൾ HCl എന്ന് പറയുന്ന സബ്സ്റ്റൻസ് എടുത്താൽ അതിൽ ധാരാളം HCl മോളിക്യൂൾസ് ഉണ്ട്. എല്ലാത്തിലും ഹൈഡ്രജന് പാർഷ്യൽ പോസിറ്റീവ് ചാർജും ക്ലോറിന് പാർഷ്യൽ നെഗറ്റീവ് ചാർജുമാണ്. അങ്ങനെ ഒരു മോളിക്യൂളിൽ തന്നെ പോസിറ്റീവ് പോളും നെഗറ്റീവ് പോളും ഉള്ളതുകൊണ്ട് ഇതിനെ പറയുന്ന ഡൈപോൾ എന്നാണ്. അപ്പൊ അടുത്തടുത്ത രണ്ട് മോളിക്യൂൾസുകൾക്കിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഡൈപോൾ ഫോഴ്സസ് ആണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ലണ്ടൻ ഫോഴ്സിനേക്കാളും സ്ട്രോങ് ആണ്. But here the attractive force between constituent molecules is stronger dipole forces, which is stronger than London forces. അതിനാൽ ഇവയുടെ മെൽറ്റിംഗ് പോയിന്റ് നോൺ പോളാർ മോളിക്കുലാർ സോളിഡിനേക്കാളും കൂടുതലാണ്. Therefore their melting point are higher than those of non-polar molecular solid. ഇനി ഒരു കാര്യം, നോൺ പോളാർ മോളിക്കുലാർ സോളിഡും പോളാർ മോളിക്കുലാർ സോളിഡും ഒന്നുകിൽ ലിക്വിഡ് ഫേസിലായിരിക്കും അല്ലെങ്കിൽ ഗേഷ്യസ് ഫേസിലായിരിക്കും. Both non-polar molecular solid and polar molecular solid are either in gaseous state or in liquid phase. പോളാർ മോളിക്കുലാർ സോളിഡിൽ അത് ലിക്വിഡ് അല്ലെങ്കിൽ ഗേഷ്യസ് ഫേസിലാണെങ്കിൽ പോലും അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. കാരണം കോൺസ്റ്റിറ്റ്യൂവന്റ് മോളിക്യൂൾസിനിടയിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡൈപോൾ ഫോഴ്സസ് ആണ്. ഈവൻ ദോ polar molecular solids exist in liquid or gaseous phase, they have high melting point due to the strong dipole forces operating in them. They are also soft and they are also insulators. ഇനി മോളിക്കുലാർ സോളിഡിലെ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഐസില് വാട്ടർ മോളിക്യൂൾസിനിടയിൽ HOH അതില് വാട്ടർ മോളിക്യൂൾസിനിടയിൽ ഹൈഡ്രജൻ ബോണ്ടാണ്. ഹൈഡ്രജൻ ബോണ്ട് എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡിന്റെ കേസിൽ ഹൈഡ്രജനെ ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജനുമായിട്ടോ അല്ലെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ഫ്ലൂറിനുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അതിനെ കുറിച്ച് എല്ലാം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലാർ സോളിഡ്, hydrogen atom is attached to highly electronegative atoms like oxygen, nitrogen or fluorine. ഇവിടെ അടുത്തടുത്ത രണ്ട് മോളിക്യൂൾസിനിടയിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ്. The attractive force between constituent particles is hydrogen bond. They are also soft. They are volatile liquids. Water volatile സ്റ്റേറ്റിൽ പോകുന്നതാണ്. അപ്പൊ ഇത്രയാണ് മോളിക്കുലാർ സോളിഡ്. മൂന്ന് ക്ലാസിഫിക്കേഷൻ: നോൺ പോളാർ മോളിക്കുലാർ സോളിഡ്, പോളാർ മോളിക്കുലാർ സോളിഡ്. പോളാർ മോളിക്കുലാർ സോളിഡിന്റെ എക്സാമ്പിൾ ആണ് സോളിഡ് അമോണിയ,
solid sulfur dioxide, etc. And hydrogen bonded molecular solid. അടുത്തത് നമ്മുടെ ക്രിസ്റ്റലൈൻ സോളിഡിലെ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് അയോണിക് സോളിഡ്. ഇവിടെ ഒരു അയോണിക് സോളിഡിന്റെ എക്സാമ്പിൾ ആണ് നമ്മൾ നിത്യം ഉപയോഗിക്കുന്ന കോമൺ സോൾട്ട്, സോഡിയം ക്ലോറൈഡ്. അതിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഏതൊക്കെയാ? Na+ അയോൺ ആൻഡ് Cl- അയോൺ. ഇവിടെ പോസിറ്റീവ് ചാർജുള്ള അയോണിനെ കാറ്റയോൺ എന്നും നെഗറ്റീവ് ചാർജുള്ള അയോണിനെ ആനയോൺ എന്നും പറയുന്നു. അയോണിക് സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് കാറ്റയോണും ആനയോണും ആണ്. Here the constituent particles are cations and anions. വിപരീത ചാർജുകൾക്കിടയിലുള്ള ആകർഷണ ബലത്തിന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലെങ്കിൽ കൂളോംബിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അപ്പൊ ഇവിടെ വിപരീത ചാർജുള്ള കാറ്റയോണും ആനയോണിനെയും തമ്മിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ആകർഷണ ബലം സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ കൂളോംബിക് ഫോഴ്സസ് ആണ്. Here cations and anions are held together by strong electrostatic force of attraction or coulombic force of attraction. അങ്ങനെ ആകർഷണ ബലം വളരെ കൂടുതലായതുകൊണ്ട് ക്രിസ്റ്റലൈൻ സോളിഡ് എല്ലാം വളരെ ഹാർഡാണ്, ബ്രിട്ടിലാണ്, താഴെ വീണാ പൊട്ടും. അപ്പം due to very strong electrostatic forces of attraction, crystalline solids are very hard, brittle. ഹാർഡ് ആയതുകൊണ്ട് മെൽറ്റിംഗ് പോയിന്റ് കൂടുതലാണ്. They have high melting point. പിന്നെ സോളിഡ് ഫേസിൽ ഇരുന്നാൽ കാറ്റയോണും ആനയോണും തമ്മിൽ ആകർഷണ ബലം വരെ പിടിച്ചു നിർത്തിയേക്കുക. അതുകൊണ്ട് അയോൺസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഇല്ല. In solid state, the ions are not free to move. Therefore, they do not conduct electricity in solid state. അതേസമയം ഉപ്പിനെ എടുത്ത് വെള്ളത്തിൽ കിടക്കിയാലോ അത് Na+ അയോണും Cl- അയോണുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അങ്ങനെ വരുമ്പം അയോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം. അപ്പം അക്വസ് സൊല്യൂഷനിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കിട്ടുന്ന സൊല്യൂഷനെ പറയുന്നത് അക്വസ് സൊല്യൂഷൻ. അത് ഇലക്ട്രിസിറ്റി വലിച്ചുകൊണ്ട് പോകും. അതുപോലെ ഉരുകിയ അവസ്ഥയിലും മോൾട്ടൺ സ്റ്റേറ്റിലും അയോൺസിന് ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യും. They conduct electricity in molten state or in aqueous solution. These are the characteristic properties of ionic solid. നോടെ പറയാം, in ionic solid the constituent particles are cations and anions. These oppositely charged ions are held together by very strong electrostatic forces of attraction or coulombic forces of attraction. Due to this strong attractive force, the ions are not free to move. Therefore, they do not conduct electricity in solid state. But in molten state or in aqueous solution, they conduct electricity. Ionic solids are very hard and they are very brittle. Due to their hardness, they have high melting point. Crystalline solidile മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ ആണ് മെറ്റാലിക് സോളിഡ്. മെറ്റാലിക് സോളിഡില് മെറ്റൽസ് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചു. മെറ്റൽസ് ആർ ഇലക്ട്രോ പോസിറ്റീവ് ഇൻ നേച്ചർ എന്ന് പറഞ്ഞാൽ വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിരിക്കാനുള്ള ടെൻഡൻസിയാണ് മെറ്റൽസിന്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽസിന്റെ ഞാൻ ഈ പ്ലസ് സൈൻ ഇട്ട് കാണിച്ചിരിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള മെറ്റലിനെയാണ്. അതിന്റെ ചുറ്റിനും അത് വിട്ടുകൊടുത്ത അത് റിലീസ് ചെയ്ത ഇലക്ട്രോൺസ് കിടക്കുകയാണ്. ഓരോ മെറ്റലിൽ നിന്നും റിലീസ് ചെയ്ത ഇലക്ട്രോൺസ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ ഇലക്ട്രോണിനെ ലൂസ് ചെയ്ത് കഴിയുമ്പോൾ മെറ്റൽ ആറ്റം എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജുള്ള അയോൺ ആയിട്ട് മാറും. അപ്പൊ ഈ പോസിറ്റീവ് ചാർജുള്ള മെറ്റൽ അയോൺസ് ഇലക്ട്രോണുകളാകുന്ന കടലിൽ അങ്ങനെ മുങ്ങിക്കിടക്കുകയാണ്. അതിനാ പറയുന്നത് മെറ്റാലിക് സോളിഡ്. In metallic solids, the positively charged ions are lying in a sea of mobile free electrons. Mobile free electrons എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺസിനൂടെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അങ്ങനത്തെ മൊബൈൽ ഫ്രീ ഇലക്ട്രോൺസിന്റെ കടലില് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കിടക്കുകയാണ്. അപ്പൊ മെറ്റൽസിനെല്ലാം നമുക്കറിയാം നല്ല തിളക്കമുണ്ട്, they have luster, കളറുണ്ട്, they have കളർ. പിന്നെ ഇലക്ട്രിസിറ്റിയെയും ഹീറ്റിനെയൊക്കെ പെട്ടെന്ന് കണ്ടക്ട് ചെയ്യും. കാരണം ഈ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനുള്ള ഇലക്ട്രോൺസ് ഉള്ളത് കൊണ്ടാണ്. Due to the presence of these mobile free electrons, metals are good conductors of heat, electricity, and they have luster and they have color. പിന്നെ നമുക്ക് അതിനെ അടിച്ചു പരത്താം. എന്താ പറയുന്നത്? മാലിയബിലിറ്റി. വലിച്ചു നീട്ടി കമ്പിയാക്കാം മെറ്റലിനെ. ഗോൾഡ് ഒക്കെ മെറ്റല് നമുക്ക് പല ഷേപ്പിൽ കമ്പിയാക്കി എടുക്കാം. എന്താ പറയുന്നത്? ഡക്റ്റിലിറ്റി.
These are the characteristic properties of metallic solid. എന്തൊക്കെയാ പറഞ്ഞ metallic solid? Metallic solid consists of positively charged metal atoms in a sea of mobile free electrons. Due to the presence of these mobile free electrons, metals are they have luster, they have color, they are good conductors of electricity and heat, they are malleable and they are ductile. ഇനി നമുക്ക് ഒരു ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ലാസ്റ്റ് ആൻഡ് ഫോർത്ത് ക്ലാസിഫിക്കേഷൻ കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. അതായത് നമ്മുടെ പെൻസിലിന്റെ മുന ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രാഫൈറ്റ്, അതായത് എക്സാമ്പിൾ ആണ്. അതുപോലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് നോൺ, അറിയപ്പെടുന്നതിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഡയമണ്ട്. അതുപോലെ സിലിക്കൺ കാർബൈഡ്, അബ്രാസീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ് സിലിക്കൺ കാർബൈഡ്. ഇതെല്ലാം കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡിന് എക്സാമ്പിൾ ആണ്. ഇതിലെല്ലാം കോൺസ്റ്റിറ്റ്യൂന്റ് പാർട്ടിക്കിൾസ് ഏതാ? ഡയമണ്ടിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റംസ് ആണ്. അപ്പം അടുത്തടുത്ത രണ്ട് കാർബൺ ആറ്റത്തിനിടയ്ക്കുള്ള ബോണ്ട് ഏതാ? സിമിലർ ആറ്റംസിനിടയിലുള്ള ബോണ്ട് കോവാലന്റ് ബോണ്ടാണ്. അത് നോൺ മെറ്റൽസ്, കാർബൺ എല്ലാം നോൺ മെറ്റൽസ് ആണ്. ഇപ്പൊ നോൺ മെറ്റൽസിനിടയിൽ കോവാലന്റ് ബോണ്ട്, അങ്ങനെയുള്ള സോളിഡ് ആണ് കോവാലന്റ് ഓർ നെറ്റ്വർക്ക് സോളിഡ്. They are crystalline solids consisting of covalent bond between non-metal atoms. They are also insulators and example are graphite, diamond. Because വലിയ സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് they are also known as joint molecules. Covalent molecules are also known as joint molecules. അതിൽ തന്നെ ഗ്രാഫൈറ്റിന്റെയും ഡയമണ്ടിന്റെയും സ്ട്രക്ചർ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അതുകൊണ്ട് സെക്കൻഡ് ഇയർ അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. ഫസ്റ്റ് ഇയറിൽ അത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് crystalline solid in the classification based on the nature of attractive force, intermolecular forces of attraction. ഇത് ഇതിന്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്, നിങ്ങൾ നോട്ട് എഴുതി പഠിക്കണം.